കേന്ദ്രമന്ത്രിമാർ മടങ്ങിയിരിക്കുന്നു. കോക്രോച്ച് ജനതാ പാർട്ടി പ്രതിനിധികളും കേന്ദ്രമന്ത്രിമാരും നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ മൂന്നാം ഘട്ട ചർച്ചയ്ക്കൊടുവിൽ ഇതാ സമരം അവസാനിപ്പിച്ചിരിക്കുന്നു. ഉറപ്പുകൾ ചൊവ്വാഴ്ചയ്ക്കകം എഴുതി നൽകുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേസുകളെല്ലാം സമരക്കാർക്കെതിരായ കേസുകൾ പിൻവലിക്കും. തുടർ നടപടികൾ ഭാവിയിൽ ഒരു നടപടിയും ഉണ്ടാകില്ല. മരിച്ച കുട്ടികളുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ നഷ്ടപരിഹാരം എന്നതിൽ ചർച്ച ചെയ്ത ശേഷം തീരുമാനം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച ചെയ്ത ശേഷം തീരുമാനമെടുക്കാമെന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പ്രതിനിധികൾ അറിയിച്ചിരിക്കുന്നത്. കേസുകൾ പിൻവലിക്കുമെന്ന് സർക്കാർ രേഖാമൂലം ചൊവ്വാഴ്ചയ്ക്കകം ഉറപ്പു നൽകും. ഭാവിയിൽ സമരക്കാർക്കെതിരെ ഒരു നടപടിയും ഉണ്ടാകില്ല. 3 ആവശ്യങ്ങളും അംഗീകരിക്കുന്നതിനാൽ സമരം പിൻവലിക്കും എന്നാണ് ഇപ്പോൾ CJP അറിയിക്കുന്നത്. പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് 5 നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. അക്കാര്യത്തിൽ തുടർ ചർച്ചകൾ നടത്തി തീരുമാനമുണ്ടാകും. CJP പ്രതിനിധികളുമായി അടുത്ത ഘട്ട ചർച്ച 1 മാസത്തിനകം ഉണ്ടാകും. സമരക്കാർ സമാധാനമായി പിരിഞ്ഞു പോകണമെന്ന ആഹ്വാനമാണ് ഇപ്പോൾ CJP വക്താക്കൾ നൽകിയിരിക്കുന്നത്. ഏതായാലും ആവശ്യങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ സമരം പിൻവലിക്കുകയാണെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഏറ്റവും നിർണായകമായ ഒരു തീരുമാനത്തിലെത്തുകയാണ് PR സുനിൽ. ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കുന്ന നിലയിലേക്ക് എത്തുന്നു. അതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ചയ്ക്കകം രേഖാമൂലം ഉറപ്പുകൾ നൽകുമെന്നതാണ്. അങ്ങനെ എല്ലാ ആവശ്യവും കേന്ദ്രം അംഗീകരിച്ച് അടിയറവ് പറയുകയാണ് ഈ സമരത്തോട്. പോരാട്ടം പതറില്ല, തളരില്ല, അണയില്ല, സ്വപ്നം സ്വപ്നം യുവവീര്യമാ. തീർച്ചയായും വിനീത, ഈ വിദ്യാർത്ഥികൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളെല്ലാം കേന്ദ്ര സർക്കാർ പരിഗണിക്കും എന്നുള്ള ഉറപ്പാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രിമാർ CJP പ്രതിനിധികൾക്ക് നൽകിയിരിക്കുന്നത്. സൗരവ് ദാസ് ഉൾപ്പെടെയുള്ള പ്രതിനിധികൾക്ക് നൽകിയിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി തന്നെയായിരുന്നു. ആ രാജി പ്രധാനമന്ത്രിക്ക് നൽകിയിരിക്കുന്നു. പ്രധാനമന്ത്രി അത് അംഗീകരിച്ചിരിക്കുന്നു. രണ്ടാമത്തെ വിഷയം ആണ് ഈ നീറ്റ് പരീക്ഷ റദ്ദാക്കിയതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബത്തിന് 1 കോടി രൂപ സഹായധനം നൽകണം എന്നുള്ള ആവശ്യം. അപ്പോൾ അക്കാര്യത്തിൽ ഉടൻ തന്നെ ചർച്ചകൾ നടത്തി തീരുമാനമെടുക്കും എന്ന ഉറപ്പ് ഇപ്പോൾ മന്ത്രിമാർ CJP പ്രതിനിധികൾക്ക്